വാക്കിന് വിലയില്ല എന്ന പഴി കേൾക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ വാക്കു പാലിച്ചു. യുദ്ധം തുടങ്ങി 4-ാം ആഴ്ചയിൽ താൽക്കാലികമായെങ്കിലും ഇറാനെതിരായ നടപടി നിർത്തിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ആത്മവിശ്വാസത്തിന്റെ നിലവാരം അന്നുണ്ടായിരുന്നതല്ല ഇന്നത്തേത് എന്നത് ശ്രദ്ധേയം. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾ ഇറാനെ അടിയറവ് പറയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അന്ന് ട്രംപ് അത് പറഞ്ഞത്. പക്ഷേ 4-ാം ആഴ്ചയിൽ വൻ സാമ്പത്തിക ചെലവും നാണക്കേടുമാണ് ട്രംപിനുണ്ടാക്കിയത്. ഇറാന്റെ ചെറിയ ഡ്രോണുകളെ ചെറുക്കാൻ കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ മിസൈലാണ് അമേരിക്കയ്ക്ക് ചെലവായത്. ട്രോഫി പോലെ ലോകമെമ്പാടും ട്രംപ് ഉയർത്തിക്കാട്ടിയ റഡാറുകളുടെ കണ്ണിൽ പെടില്ല എന്ന് പറയപ്പെടുന്ന അത്യാധുനിക പോർവിമാനമായ F-35 ഇറാൻ ആക്രമിച്ചത് നാണക്കേടിന്റെ എപ്പിസോഡായി. ഡീഗോ ഗാർഷയിലേക്ക് ഇറാന്റെ മിസൈൽ എത്തിയത് അവരുടെ മിസൈലുകളുടെ പ്രഹരപരിധിയുടെ ശേഷി വെളിപ്പെടുന്നതായി. ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കി എന്ന് ആത്മപ്രശംസ നടത്തിയതിന് പിന്നാലെയാണ് F-35 ഡീഗോ ഗാർഷ്യ സംഭവങ്ങൾ നടന്നത്. എല്ലാം കൂടിയായപ്പോൾ യുദ്ധം നിർത്തുന്നതാണ് നല്ലത് എന്ന് ട്രംപിന് തോന്നിയിട്ടുണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ നേടി എന്ന് പറയാം എന്ന സൗകര്യമുണ്ടല്ലോ. യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഇറാൻ ട്രംപിന്റെ തീരുമാനത്തെ മാനിക്കുമോ? ഇല്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ഇറാൻ ചർച്ചയുടെ സാധ്യത തള്ളിയതിനാൽ ട്രംപ് വിജയം പ്രഖ്യാപിച്ച് പിന്മാറാൻ ശ്രമിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഗൾഫ് സഖ്യകക്ഷികളെ അകറ്റി നിർത്തുമെന്ന മുന്നറിയിപ്പും വന്നിരുന്നു. GCC രാജ്യങ്ങളെ പരിക്കേൽപ്പിച്ച ഇറാനെ കണക്കിന് ശിക്ഷിക്കാതെ പോയാൽ ഭാവി ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം. ഇറാനാകട്ടെ അസംസ്കൃത ആണവായുധം വികസിപ്പിക്കാനും ഗൾഫിലെ കപ്പൽ നീക്കങ്ങളിൽ നിയന്ത്രണം ചെലുത്താനും കഴിയുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഇറാൻ പലകുറി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അതിന് ധൈര്യവും സാധ്യതയും കൂടും. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതു മുതൽ സംഘർഷവും അതിന്റെ അനന്തരഫലങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതായിരുന്നു എന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഇറാൻ യുദ്ധം എന്നാൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളുമായിരുന്നു. വെടിനിർത്തൽ എന്ന് സാങ്കേതികമായി വിളിക്കാനാകുമെങ്കിലും ആക്രമണങ്ങൾക്ക് ഒരു താൽക്കാലിക ശാന്തിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താകാം ഈ വെടിനിർത്തലിന് പിന്നിൽ? ഇറാൻ യുദ്ധം ഒരു ഹ്രസ്വ വിനോദയാത്ര പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയത്. പക്ഷേ ആദ്യമേ അടിതെറ്റി. ഇറാന്റെ പല ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടു. അവരുടെ നാവികസേനയുടെ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരം വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഉയർത്തിക്കാട്ടാവുന്ന നേട്ടം അവിടം കൊണ്ടും അവസാനിച്ചു. യുദ്ധം തുടങ്ങിയപ്പോഴുള്ള യഥാർത്ഥ ലക്ഷ്യം വേറെ പലതുമായിരുന്നു. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക, അവരുടെ ആണവ പദ്ധതിയെ തകർക്കുക തുടങ്ങിയവയായിരുന്നു. അത് രണ്ടും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉന്നതരെ കൊലപ്പെടുത്തിയപ്പോൾ അടുത്ത നിര നേതാക്കൾ വന്നു. അവരായി അടുത്ത ഉന്നതർ. പക്ഷേ അവരെ വധിച്ചാലും ഇറാനിലെ ഭരണകൂട സംവിധാനത്തിൽ മാറ്റം വന്നിട്ടില്ല. രാവണന്റെ തല പോലെ ഒന്നുപോയാൽ മറ്റൊന്ന് എന്ന തരത്തിൽ പുതിയ നേതാക്കൾ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ട്രംപിന് അടിതെറ്റിയത്. ട്രംപിന്റെ നിയന്ത്രണത്തിനപ്പുറം ഇറാൻ യുദ്ധം രൂക്ഷമായി. ഇറാൻ യുദ്ധത്തിന്റെ 4-ാം ആഴ്ചയിൽ കാര്യങ്ങൾ തന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നതായി ട്രംപിന് മനസ്സിലായി. വലിയ ഒരു പ്രതിസന്ധിയെ ട്രംപ് അഭിമുഖീകരിച്ചു. ആഗോള ഊർജ്ജ വിലകൾ കുതിച്ചുയർന്നു. അമേരിക്കൻ സഖ്യകക്ഷികളിൽ നിന്ന് ഒറ്റപ്പെട്ടു. യുദ്ധം ഒരു ഹ്രസ്വ വിനോദയാത്രമായിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് കൂടുതൽ സൈനികരെ ഇറാൻ മേഖലയിലേക്ക് വിന്യസിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. സൈനിക ഇടപെടലുകളിൽ നിന്ന് US അകറ്റി നിർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റ ട്രംപ് സ്വയം തുടക്കമിട്ട ഒരു സംഘർഷത്തെ നിയന്ത്രിക്കാനാകാത്ത നിലയിലായി. നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കുറഞ്ഞ ഭൂരിപക്ഷം നിലനിർത്താൻ റിപ്പബ്ലിക്കന്മാർ പാടുപെടുന്നു എന്ന യാഥാർത്ഥ്യവും ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. യുദ്ധത്തിന്റെ ദൈർഘ്യം കൂടുന്നത് അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ എതിർപ്പ് വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലുകളും ട്രംപ് അംഗീകരിച്ചിട്ടുണ്ടാകണം. യുദ്ധത്തിൽ വ്യക്തമായ ഒരു എക്സിറ്റ് തന്ത്രത്തിന്റെ അഭാവം ട്രംപിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ സാധ്യതകൾക്ക് അപകടമാണ് എന്നും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാൻ യുദ്ധം എന്നൊരു പെട്ടി ട്രംപ് സ്വയം നിർമ്മിച്ചതാണ് എന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നും മുൻ മധ്യേഷ്യൻ ചർച്ചകളിൽ പങ്കാളിയായിട്ടുള്ള അരോൺ ഡേവിഡ് മില്ലർ അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ്. ഒപ്പമുള്ളവരെ ഇകഴ്ത്തിക്കാട്ടുന്ന ശീലമുള്ള ട്രംപിന് ആ അക്കൗണ്ടിലും അടിതെറ്റി. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കാൻ വിസമ്മതിച്ച മറ്റ് നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തന്റെ പദ്ധതി പ്രകാരം
യുദ്ധം പുരോഗമിക്കുകയാണ് എന്ന് വാദിച്ചിരുന്നു. എന്നാൽ യുദ്ധം സൈനികമായി വിജയിച്ചു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഗൾഫ് എണ്ണ വാതക വിതരണം തടസ്സപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച തന്നെ ട്രംപിന്റെ നയതന്ത്രപരമായ സൈനികമായ രാഷ്ട്രീയ പരിമിതികൾ വ്യക്തമായി. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ നാവികസേനയെ വിന്യസിക്കുന്നതിൽ നാറ്റോ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ കാണിച്ച വിമുഖത ട്രംപിനെ അമ്പരപ്പിച്ചതായി ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില വിദേശകാര്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സഖ്യകക്ഷികളുടെ നിസ്സഹകരണത്തിന് കാരണം അവരുമായി കൂടിയാലോചിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധത്തിൽ അമേരിക്ക ഏർപ്പെട്ടു എന്നതാണ്. 14 മാസം മുൻപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പരമ്പരാഗത അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ ട്രംപ് എഴുതി കാണിച്ചതും തിരിച്ചടിയാണ്. യുദ്ധത്തിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങാൻ ഒരു വഴി കണ്ടെത്താൻ ചില വൈറ്റ് ഹൌസ് സഹായികൾ ട്രംപിനെ ഉപദേശിച്ചതായി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ ഏത് പാത സ്വീകരിക്കണമെന്ന് വ്യക്തമായ സൂചനയില്ലാതെ ട്രംപ് വിഷമവൃത്തത്തിലായി എന്നും വിദഗ്ധർ പറഞ്ഞിരുന്നു. ഇതിനിടെ അമേരിക്കയും ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നു വരാൻ തുടങ്ങിയതായി സൂചനകൾ പുറത്തു വന്നതാണ്. ഇറാനിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആക്രമണം യുഎസുമായി ഏകോപിപ്പിച്ചതാണ് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പറയുന്നു. സ്വന്തം നാട്ടിലെ കാര്യമാണ് ട്രംപിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. ട്രംപിന് അദ്ദേഹത്തിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതായും ക്യാമ്പിലെ പ്രമുഖർ ഉൾപ്പെടെ ഇറാനിയൻ സംഘർഷത്തിനെതിരെ സംസാരിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗ്യാസ് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും US സൈനികരെ വിന്യസിക്കുകയും ചെയ്താൽ വരും ആഴ്ചകളിൽ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇനിയും കുറയുമെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു. റിപ്പബ്ലിക്കൻ തന്ത്രജ്ഞൻ ഡേവ് വിൽസൺ പറയുന്നത്, ലോകത്തിന്റെ ഗതിവിഗതികൾ മാറുമ്പോൾ ആളുകൾ ചോദിക്കും ഉയർന്ന ഗ്യാസ് വില നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന്. അടുത്ത മാസം മുതൽ അമേരിക്കയിൽ അവധിക്കാലമാണ്. എനിക്ക് അവധിക്കാലം ആഘോഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും അമേരിക്കക്കാർ ചോദിക്കുമെന്ന് ഡേവ് വിൽസൺ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തിനേയും അവഗണിച്ചും പുച്ഛിച്ചും നീങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന് പരിചിതമല്ലാത്ത ഒരു ലോകമാണ് രണ്ടാം അമേരിക്കൻ പ്രസിഡന്റ് കാട്ടിക്കൊടുത്തത് എന്ന് പറയാം. ഇത് കളി വേറെയെന്ന് ഇറാനും കാട്ടിക്കൊടുത്തു. GCC രാജ്യങ്ങളിലെയും ഇറാനിലെയും ഇസ്രായേലിലെയും സാധാരണക്കാരെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ മാലാഖയായിരിക്കും. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ 4 ആഴ്ച ഭീതിയിൽ കഴിയാൻ പ്രേരിപ്പിച്ച അതേ ട്രംപ് തന്നെ യുദ്ധം താൽക്കാലികമായി നിർത്താം എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളിലെ മനുഷ്യർ മാത്രമല്ല, ലോകം തന്നെ ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസത്തിലാണ്.